ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് വന്നിരുന്നു, ഡീമൺ സ്ലെയർ ചെയ്യുമെന്ന് ചോദിച്ച്. അപ്പോൾ നമ്മളെന്താ ഡീമൺ സ്ലെയറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീമൺ സ്ലെയറിൻ്റെ ഫസ്റ്റ് സീസണിൽ ഫസ്റ്റ് എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ നമ്മുടെ താഞ്ചിറോയുടെ അനിയത്തിയായ നെസുക്കോനെ കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ നെസുക്കോനും താഞ്ചിറോ പുറകിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. നമ്മുടെ താഞ്ചിറോ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. മഞ്ഞ് ഉള്ളൊരു കാട്ടിൽ കൂടി ഇങ്ങനെ ഓടിക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് നമ്മുടെ താഞ്ചിറോ ഈ മരങ്ങൾ കത്തിച്ചത് കോളാക്കി ചന്തയിൽ കൊണ്ട് വിൽക്കുന്നതായിരുന്നു നമ്മുടെ താഞ്ചിറോ പണി. അപ്പോൾ അവനിങ്ങനെ നടന്ന് ചന്തയിൽ പോകാൻ വേണ്ടി കോളെല്ലാം എടുത്ത് ഇറങ്ങുമ്പോൾ അവൻ്റെ അനിയന്മാരെല്ലാവരും വരും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ടാറ്റ ബൈ ബൈ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും അവന് ടാറ്റയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ ഇറങ്ങുമ്പോഴാണ് അവൻ്റെ അനിയത്തി ഒരു കുട്ടീനെ പുറകിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്, പുറത്തിങ്ങനെ വെച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ താഞ്ചിറോ ആ സ്ട്രീറ്റിൽ ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചാടി വന്നിട്ട് പറയും, എടാ താഞ്ചിറോ, ഇവരെന്നെ തല്ലുന്നടാ, ഈ പോട്ട് ഞാനാ പൊട്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ താഞ്ചിറോ ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ഇവനല്ല, ഇവിടുത്തെ പൂച്ചയാണ് പൊട്ടിച്ചതെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ശരി എന്നൊക്കെ പറഞ്ഞ് താഞ്ചിറോ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ രാത്രി കാണിക്കുന്നു. നമ്മുടെ താഞ്ചിറോ കോളെല്ലാം വിറ്റിട്ട് അതൊക്കെ ഇങ്ങനെ വിറ്റിട്ട് രാത്രി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവനെ ഒരാൾ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നീ ഇന്ന് ഇവിടെ കിടന്നോ, അങ്ങോട്ട് പോകണ്ട, അവിടെ ഫുള്ള് ഡീമൺസ് കാണുമെന്ന്. അങ്ങനെ നമ്മുടെ താഞ്ചിറോ ഫുഡ് കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഈ ഡീമൺസ് വീട്ടിലൊക്കെ കയറി ആക്രമിക്കും. അപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഡീമൺസ് വീട്ടിൽ കയറി ആക്രമിക്കും. എന്നിട്ട് താഞ്ചിറോയോട് പറയുന്നുണ്ട്, കിടന്നോളൂ എന്ന് പറഞ്ഞ് ബെഡൊക്കെ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ താഞ്ചിറോ കിടക്കുമ്പോൾ കുറേ ഇതേപോലെ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഇങ്ങനെ കണ്ണടച്ച് കിടന്നു. ഇവന് നല്ല പേടിയുണ്ടായിരുന്നു ഇവൻ്റെ വീട്ടിലെ ആൾക്കാരെന്തെങ്കിലും ചെയ്യുമെന്ന്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, കണ്ണടച്ച് കിടക്കുന്നു. എന്നിട്ട് ഇവനെ തന്നെ ഇവനങ്ങ് ആശ്വസിപ്പിക്കുക, അത് സിറ്റീസ് ആയതുകൊണ്ടല്ലേ അവിടെ എല്ലാം ഇറങ്ങിയത്, എൻ്റെ വീട് പട്ടണത്തിലല്ലേ എന്നും പറഞ്ഞ് അവൻ കണ്ണടച്ച് കിടന്ന് ഇവനെ തന്നെ മനസ്സിൽ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ ആവുന്നൊരു സീൻ കാണിക്കുന്നു. രാവിലെ നമ്മുടെ താഞ്ചിറോ എന്ത് ചെയ്യുന്നു, അവൻ്റെ വീട്ടിലോട്ട് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴായിരിക്കും വീടിനോട് കുറച്ച് ദൂരം മുന്നേ അവൻ ഒരു ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടുന്നത്. അറിയാമല്ലോ, താഞ്ചിറോയ്ക്ക് നല്ല സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ അവൻ പേടിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ ഓടിപ്പോയി.
പറയുന്നുണ്ട്. കാരണം നീ ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പിടിച്ചുകൊണ്ടാണ് കിടന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താഞ്ചിറോ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് ഇമോഷണലായി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ താഞ്ചിറോ ഇങ്ങനെ കരയുമ്പോഴാണ് എന്താ ഒരു ലൈക്ക് കണ്ണീരിൻ്റെ ആ തുള്ളി ഇങ്ങനെ നമ്മുടെ താഞ്ചിറോയുടെ മുഖത്തേക്ക് വീഴുന്നത്. താഞ്ചിറോ നോക്കുമ്പോൾ എന്താ നമ്മുടെ നെസുക്കോ ഇരുന്ന് കരയാണ് താഞ്ചിറോ. അപ്പോൾ എന്താ നമ്മളെ വേറൊരാളെ കാണിക്കുന്നുണ്ട്. അവനൊരു ഡീമൺ സ്ലെയർ ആണ് കേട്ടോ. അവനെ നമുക്ക് ജിയോ എന്ന് വിളിക്കാം. അവനിങ്ങനെ നമ്മുടെ നെസുക്കോനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ നമ്മുടെ നെസുക്കോ കൊല്ലാൻ വരുന്നത് നമ്മുടെ താഞ്ചിറോ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ താഞ്ചിറോയുടെ നെസുക്കോനെ ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോയുടെ മുടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുടി വന്നുകൊണ്ട് ആ ഡീമൺ സ്ലെയറിൻ്റെ കോഡ് കാണും. അപ്പോൾ അവിടെ വലിയൊരു കാറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ താഞ്ചിറോയും നെസുക്കോയും പോയി ഒരു മരത്തെ ചെന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ എന്ന നെസുക്കോനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിയോ പറയുന്നുണ്ട് എന്താ ഇതൊരു ഡീമനാണ്, ഇവളെ കൊന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ എന്താ ലൈക്ക് അവൻ്റെ സ്വോർഡ് കയറിയതുണ്ട്. അത് ഡീമൺ സ്ലെയറിന് അവൻ്റെ സ്വോർഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഡീമൺ സ്ലെയറാ, ഇവൻ എന്താ ഈ നെസുക്കോനെ കൊല്ലാൻ വന്നിരിക്കുകയാണെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ താഞ്ചിറോ പറയുന്നുണ്ട് ഇവളെ കൊല്ലം, ഇവളെ എനിക്ക് എൻ്റെ ഇതുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ താഞ്ചിറോ എന്ത് ചെയ്യുന്നു, മുട്ടയിൽ ഇങ്ങനെ കുത്തി കരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ സൗണ്ട് കേൾക്കാതെ കാണും. നേരെ നോക്കുമ്പോൾ നമ്മുടെ ജീവനെ ജിയോ പിടിക്കുന്നത്. നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെസുക്കോനെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നു. ലൈക്ക് അവൻ്റെ സ്വോർഡ് എടുത്തിട്ട് നെസുക്കോനെ കൊല്ലാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നത് ഡീമനെ കൊല്ലാൻ ഇങ്ങനെ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മുടെ താഞ്ചിറോയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്ന സങ്കടം വരുന്ന എല്ലാം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെസുക്കോനെ ഈ ജിയോ കൊല്ലാൻ വേണ്ടി അവൻ്റെ സ്വോർഡ് ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. നെസുക്കോയുടെ തലയുടെ നേരെ ഉയർത്തുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ താഞ്ചിറോ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്താ അവൻ്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് ആ സമയം പെട്ടെന്നൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ താഞ്ചിറോ വീണ്ടും എന്താ മുട്ടയിൽ നിന്നിട്ട് പറയുന്നുണ്ട് അവളെ കൊല്ലല്, അവളെ എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ എന്താ എൻ്റെ ഫാമിലിയിലെ ഒരാളായിട്ട് ഉള്ളതെന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ജിയോയ്ക്ക് നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജിയോ പറയുന്നുണ്ട് നീ എന്താ ഈ ഡീമണെ പറ്റിയാണ് ഇതൊക്കെ പറയുന്നത്, ഇവൾ ഇനി ഒരു ഹ്യൂമൺ അല്ല ഡീമണാ എന്നൊക്കെ ദേഷ്യപ്പെട്ട് നമ്മുടെ താഞ്ചിറോയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ താഞ്ചിറോ എന്താ തല പൊക്കി നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, ആ സ്വോർഡ് ചെറുതായിട്ടൊന്ന് താക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ എന്താ നെസുക്കോ എന്താ നെസുക്കോനെ കാണിക്കുന്ന നെസുക്കോനെ ഇപ്പോഴും എന്താ പിടിച്ചു വെച്ചേക്കണം. നെസുക്കോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും അവിടെ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ താഞ്ചിറോ എന്തിങ്ങനെ വണ്ടടിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, അവൻ്റെ സ്വോർഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ നെസുക്കോനെ കൊല്ലാനായിട്ടൊക്കെ നോക്കും. എന്താ താഞ്ചിറോ നെസുക്കോനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നെസുക്കോനെ കുത്തി അവൻ. ഓക്കെ, നെസുക്കോ നന്നായിട്ട് അലറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ എന്ത് ചെയ്യുന്നു, ഓടി വരുന്നുണ്ട്. ഒരു ഹാൻഡിൽ ആക്സും പിന്നെ ഒരു കയ്യിൽ ഒരു ചെറിയ കല്ലും ഉണ്ട് അവൻ്റെ കയ്യിൽ. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കല്ല് അവൻ്റെ നേരെ എറിഞ്ഞ് എന്താ ഇങ്ങനെ ആക്സും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് തന്നെ നമ്മുടെ താഞ്ചിറോനെ അടിച്ച് ബോധം കളഞ്ഞ് അവിടെ അങ്ങ് ഇടുന്നുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ജിയോ നോക്കുമ്പോൾ താഞ്ചിറോയുടെ കയ്യിൽ ആക്സ് ഇല്ല ഗൈസ്. അവൻ്റെ കയ്യിൽ ഒരു ആക്സ് ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മുടെ ജിയോയ്ക്ക് ഡൗട്ട് അടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് മണ്ടയ്ക്കുന്ന് ആക്സ് ഇങ്ങനെ നമ്മുടെ ജിയോയുടെ സൈഡിലുള്ളൊരു മരത്തിൽ വന്നങ്ങ്
ഇങ്ങനെ കുത്തുന്നത്. അവനത് എന്താണെന്നറിയാണ്ട് നോക്കിയിരിക്കുമ്പോഴാണ് അവനത് ഓർക്കുന്നത് നമ്മുടെ താഞ്ചിറോ കല്ല് അവൻ്റെ നേരെ എറിഞ്ഞ് ശ്രദ്ധ മാറ്റിയിട്ട് ആക്സ് മണ്ടയ്ക്കോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ ഇവൻ അത്രയും ഇതാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോഴത്തേക്കും നമ്മുടെ നെസുക്കോ ജിയോയുടെ കൈ വിട്ടങ്ങ് പോയി നമ്മുടെ താഞ്ചിറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിയോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഡീമൺ താഞ്ചിറോനെ കൊല്ലാൻ പോകുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നെസുക്കോ എന്ത് ചെയ്യുന്നു, താഞ്ചിറോയുടെ അടുത്ത് ഇങ്ങനെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ജിയോനെ നോക്കി ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാ ഡീമൺസും ചോര കുടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ജിയോനെ നമ്മുടെ നെസുക്കോ ഇങ്ങനെ അടിക്കാൻ വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, നൈസ മാറി കൊടുക്കുന്നുണ്ട്, കൊല്ലാൻ ശ്രമിക്കില്ല, ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതായത് ഇത്രയും ഇഷ്ടമാണല്ലോ താഞ്ചിറോനെ, ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡീമൺ ഇവൻ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല. സോ അത് കണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, കൊല്ലാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നു, അത് ഡോഡ്ജ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ നെസുക്കോയുടെ കഴുത്തിൽ ഒരു അടി അടിച്ച് നെസുക്കോയുടെ ബോധം കളഞ്ഞങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഞ്ചിറോയുടെ അമ്മ അനിയനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവരൊന്ന് താഞ്ചിറോ ഇങ്ങനെ എണ്ണിപ്പിക്കുന്നുണ്ട്, അതായത് സ്വപ്നത്തിൽ. അങ്ങനെ നമ്മുടെ താഞ്ചിറോ എണ്ണിക്കുമ്പോഴാണ് നെസുക്കോയുടെ വായിലൊരു ബാമ്പുവും വെച്ച് ഇങ്ങനെ നെസുക്കോ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ താഞ്ചിറോ എണ്ണിക്കുമ്പോൾ നമ്മുടെ ജിയോ ചോദിക്കുന്നുണ്ട്, ജിയോ പറയുന്നുണ്ട്, നീ എണ്ണിച്ചോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവന് നമ്മുടെ ജിയോ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ സീൻ കട്ടെ നമ്മുടെ താഞ്ചിറോ അവൻ്റെ അമ്മ എല്ലാവരും അടക്കിയേക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജിയോ നേരത്തെ മാഞ്ഞു പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഇതേപോലൊരു മലമുകളിലൊരു അപ്പൂപ്പനുണ്ട്, അങ്ങനെ പോയി കാണണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മുടെ താഞ്ചിറോയും നെസുക്കോയും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ ഇങ്ങനൊരു കാട്ടിൽ കൂടെ നടക്കുന്ന കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.